സന്തോഷത്തോടെയാ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത്. ലിമിസ്ലി ഹദാ ഫല്യഅമലിൽ ഹാമിലൂൻ, ലിമിസ്ലി ഹദാ ഫല്യഅമലിൽ ഹാമിലൂൻ, ലിമിസ്ലി ഹദാ ഫലിയഅമലിൽ ഹാമിലൂൻ. ഇതുപോലത്തെ ഒരു സന്തോഷം നിറഞ്ഞ മരണം നിങ്ങൾക്കൊക്കെ ലഭിക്കണമെങ്കിൽ ഫൽയഅമലിൽ ഹാമിലൂൻ, അധ്വാനിക്കുന്നവർ അധ്വാനിച്ചു കൊള്ളട്ടെ എന്ന് ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ ജീവിതം ഒന്ന് മാത്രമേയുള്ളൂ എന്നുള്ള ബോധത്തോടെ കഴിയുന്ന സമയങ്ങൾ മുഴുവനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും റഹ്മാനായ റബ്ബിന്റെ പൊരുത്തം നേടാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഈ ജീവിതത്തെയും മരണത്തെയുമൊക്കെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള ഇബാദത്തുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്നവർ ആരാണെന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, മുഅ്മിനീങ്ങളെ എത്രയോ റമദാനുകൾ കഴിഞ്ഞുപോയി, എത്രയോ റജബുകളും ശഅബാനുകളും യാത്രയായി. ഒന്ന് തിരിഞ്ഞു നോക്കണേ, അമലിന്റെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അമലിന്റെ ഭാണ്ഡത്തിലേക്കൊന്ന് നോക്കുമ്പോ ഒരുപാട് നിസ്കാരങ്ങളും ദിക്റുകളും സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ആരിഫീങ്ങൾ, ഔലിയാക്കൾ എല്ലാവരും റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് എന്റെ നഫ്സിനോട് ചോദിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം. 60 കഴിഞ്ഞു പോയില്ലേ? 70 കഴിഞ്ഞു പോയില്ലേ? 80ഉം പിന്നിട്ടില്ലേ? സുന്ദരമായ ഈ ശരീരത്തിലെ കൈകൾക്കൊക്കെ ചുളിവുകൾ വന്നു പോയില്ലേ? ശരീരത്തിന്റെ നിറം മാറി തുടങ്ങിയില്ലേ? فأما من ثقلت موازينه فهو في عيشة راضية. ആരുടെ തുലാസുകളാണോ നന്മയുടെ ഭാരം ഘനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സുന്ദരമായ ജീവിതമാകുന്ന സ്വർഗം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ, മുഅ്മിനീങ്ങളെ കൊട്ടാര സമാനമായ നമ്മുടെ വീടുകളിൽ നിന്ന് പടിയുറങ്ങുന്ന ദിവസമുണ്ട്.